ഇന്നത്തെ റെസിപ്പി അടിപൊളിയായിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. പണ്ട് കാലത്ത് വളരെ ഫേമസ് ആണിത്. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ജ്യൂസ് തന്നെയാണിത്. അപ്പോൾ ഇത് ഏലക്കായ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് തന്നെയാണ്. ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏലക്കായ, അതുപോലെ പാൽപ്പൊടി, വെള്ളം, പഞ്ചസാര. ഇത്ര സാധനം മാത്രം മതി ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി തന്നെ വേണം, പാലല്ല. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ഏലക്കായ ചേർക്കുക. അധികം വേണ്ട, അധികം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസിന് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ 2 എണ്ണം ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുക. ചെറിയ തണുപ്പുള്ള വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല തണുപ്പുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ ചെറിയ തണുപ്പുള്ള വെള്ളമായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയായി. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ജ്യൂസ് തന്നെയാണ്. ഇതിൻ്റെ പേര് ഏലക്കായ ജ്യൂസ് എന്നാണ്, അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വഴി വരും. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.